ഹായ് ഫ്രണ്ട്സ്, അപ്പം ബിഗ് ബോസിൽ ഇന്ന് നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് മിനി സുനിൽ, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ലൈക്കും ചെയ്യുക. ഇന്ന് എല്ലാവരും ബിഗ് ബോസിൽ രാത്രി കിടന്ന് ഉറങ്ങുന്ന ടൈമിൽ കുറച്ച് പേരൊക്കെ ഉണർന്നിരിപ്പുണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ സാബു, അതുപോലെ മുൻഷിയും, അതുപോലെ തന്നെ അഭിലാഷും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അപ്പോൾ ഇവരെല്ലാവരും തന്നെ രേണു സുധിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് രേണു സുധിയെക്കുറിച്ച് ഇവർ പറയുന്നതെന്ന് നോക്കാം. രേണുവിനോട് മുൻഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ, എനിക്കും ഒന്ന് വൈറലാകണം, അതുകൊണ്ട് രേണുവിൻ്റെ കൂടെ നിന്ന് കുറച്ച് റീൽസൊക്കെ എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് എന്ന്. പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം രേണു ബിഗ് ബോസിലുണ്ടല്ലോ, അതുകൊണ്ട് ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് മുൻഷി രേണുവിനോട് പറഞ്ഞിരുന്നത്. അപ്പം ബാക്കിയുള്ളവർ അത് കേട്ട് പറയുന്നുണ്ട്, ഒരു സമയത്ത് ഭയങ്കര വൈറൽ കണ്ടൻറ്റൊക്കെ ഇട്ടിരുന്ന ആളാണ്, അങ്ങനെയാണ് വൈറലായിട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഇവരെല്ലാവരും ഈ രേണുവിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഈ രേണു എന്ന് പറയുന്നത് നല്ലൊരു മത്സരാർത്ഥിയാണ്. താങ്കൾക്ക് നല്ലൊരു എന്താ പറയുക, രേണു ഒരു എതിരാളിയും കൂടിയാണ് ഇവർക്കെന്ന് ആ പറയുന്നതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകും. പക്ഷേ ഇതുവരെയായിട്ടും രേണുവിനെ ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അപ്പം എല്ലാവരുടെയും മനസ്സിലൊരു ഭയമുണ്ട്, രേണു മറ്റുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു എതിരാളിയാണ് എന്നുള്ള ഒരു ചെറിയ ഒരു ഇതാണ് അതിൽ നിന്നും വരുന്നത്. പിന്നീട് വന്നേക്കുന്നതെന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മുടെ ഇന്നലെ ബാഡ്ജ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ബാഡ്ജ് കിട്ടിയപ്പോഴുണ്ട് നമ്മുടെ ആര്യൻ ഓടി ബാത്റൂമിനകത്ത് കയറുന്ന ഒരു രംഗം നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ആ ആര്യനെ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി കുറേ ടീമൊക്കെ കയറി അവിടോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇറിറ്റേറ്റ് ചെയ്യാനൊക്കെ മാക്സിമം നോക്കിയിട്ടുണ്ട്, ആര്യൻ പുറത്തിറങ്ങിയില്ല. അതിനാൽ തന്നെ നമ്മുടെ കോമണർ അനീഷ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് പുറത്ത് വരുന്നത് കേട്ടോ. പുള്ളിയാണെങ്കിൽ ബാത്റൂം മാക്സിമം ഓരോന്നൊക്കെ പറഞ്ഞു നോക്കിയിട്ട് ഇറങ്ങാത്തതിന് പുള്ളി ചവിട്ടി തുറക്കാനായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചവിട്ടി തുറക്കാനായിട്ട് ബാത്റൂമൊക്കെ ചവിട്ടി തുറക്കാൻ പോകുന്നുണ്ട്. അപ്പം ഫസ്റ്റ് എൻട്രി തന്നെ നമ്മുടെ എന്താ പറയുക, അനീഷിൻ്റെ ഒരു മാസ് എൻട്രി തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് അനീഷ് കേട്ടോ. പക്ഷെ മിക്കവാറും അനീഷിനെ ഈ വീക്കെൻഡിൽ തന്നെ എന്താ പറയുക, നമ്മുടെ ലാലേട്ടൻ ഏറി കയറ്റും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും വേണ്ട. നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തെ. നല്ലൊരു കാണാൻ പറ്റുന്ന, നല്ല നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് മുതൽ. ജസ്റ്റ് നേരത്തെയൊക്കെയെന്ന് വെച്ചാൽ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴാണ് അവർ തമ്മിലുള്ള തമ്മിലടി ഇടിയല്ല. ഇത് ആദ്യം ചെന്ന ദിവസം മുതലേ എല്ലാവരുമായിട്ട് തമ്മിലടിയും ഇടിയും പ്രശ്നങ്ങളും ഒക്കെ തുടങ്ങിയിട്ട് മെയിനായിട്ട് അനീഷാണ് ഇതിനകത്തെല്ലാം നിൽക്കുന്നത്. പിന്നെ അനീഷിനെ കുറിച്ച് വേറെ കുറേ കാര്യങ്ങളും കൂടെ. നമ്മുടെ ശാരിക എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ആങ്കറായിട്ടുള്ള ശാരിക എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ രേണു സുധിയെ ഒരുപാട് വെള്ളം കുടിപ്പിച്ച് ഇത്രയും വൈറലാക്കാൻ മെയിനായിട്ടും കുറേ ടീമുണ്ടായിരുന്നു രേണുവിനെ. അപ്പം അതിലൊരാൾ മെയിനായിട്ട് ശാരികയാണ്, ആങ്കർ ശാരികയാണ്. അപ്പം ശാരികയോട് ആദ്യം തന്നെ ശാരിക വന്നപ്പം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അനീഷ് എല്ലാവരെയും ചൊറിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈപ്പാണ്. ആ ഒരു സ്വഭാവമാണ് പുള്ളി ഇതിനകത്ത് എടുത്തേക്കുന്നത്. പുള്ളി എന്ന് വെച്ചാൽ പുള്ളി ഡിവോഴ്സൊക്കെ ആയതുകൊണ്ടാവാം എന്തോ എനിക്കറിയത്തില്ല, പുള്ളിക്ക് ആരുടെയും പെണ്ണുങ്ങളുള്ളടുത്ത് പോയിരിക്കത്തില്ല, പെണ്ണുങ്ങളടുത്ത് മിണ്ടത്തില്ല, പെണ്ണുങ്ങളുടെ ബെഡിൻ്റെ അടുത്ത് കിടക്കത്തില്ല. അങ്ങനെ പുള്ളി പലമാതിരി കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഡിവോഴ്സൊക്കെ കഴിഞ്ഞത് കൊണ്ടാവാം എന്തോ. പുള്ളിയുടെ സ്റ്റോറിയൊക്കെ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാകും. ഞാനിപ്പോൾ അവൻ്റെ പേഴ്സണൽ കാര്യത്തിലോട്ട് ഇടപെടുന്നില്ല. പക്ഷേ ശാരികയെ ചൊറിഞ്ഞ് നമ്മുടെ അനുമോടെ അടുത്ത് ചെന്നത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ശാരികയെ അടുത്ത് പറഞ്ഞു, എനിക്ക് താങ്കളെ എനിക്കറിയില്ല, താങ്കൾ ഏതാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ താങ്കളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്, ശാരികയോട് പറഞ്ഞാണ് അനീഷ്, താങ്കളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്ത് അവരെ ദേഷ്യം പിടിപ്പിച്ച് അവരെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രോഗ്രാം ചെയ്ത് ജീവിക്കുന്നത്, മനുഷ്യനെ പറ്റിച്ചും വഞ്ചിച്ചും ജീവിക്കുന്നതിനൊരു മടിയില്ലേ എന്നൊക്കെ ശാരികയോട് പറഞ്ഞെന്നും. അത് ഈ ശാരിക വന്ന് ആരോടൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ശാരിക എന്ന് പറയുന്നത് നമ്മുടെ അപ്പാനി ശരത്തും അക്ബറും എല്ലാവരും കൂടി ഇരിക്കുന്നിടത്ത് ശാരിക ഇങ്ങോട്ട് വന്നിട്ട് അവരോടായിട്ട് ശാരിക പറഞ്ഞാണ്, എൻ്റെ അടുത്ത് പുള്ളി ചൊറിഞ്ഞ് വരുന്നുണ്ട്. പുള്ളിയുടെ സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം തന്നെ മനസ്സിലായി എന്നെ ചൊറിയാനുള്ള ഭാവമാണ് പുള്ളി ചെയ്യുന്നതെന്ന്. എന്നിട്ട് പിന്നെ എന്നെ അറിയില്ല എന്നെല്ലാം പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെയും കൂടി ഒരു ഡയലോഗ്, എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രോഗ്രാം ചെയ്തിട്ട് ആൾക്കാരെ വഞ്ചിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് പുള്ളി ചോദിച്ചത്. പക്ഷേ അത് ഞാൻ ആരെയും വഞ്ചിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലോ ഒന്നും ഞാൻ ചെയ്യുന്നതല്ല. എനിക്കതിനൊരു വ്യക്തതയുണ്ട്. ആ വ്യക്തത എന്താണെന്നുള്ളത് ശാരിക അങ്ങ്
അങ്ങ് ബോധ്യപ്പെടുത്തിയെടുത്ത് ബിഗ് ബോസിൽ ആദ്യമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തിയേക്കുന്നത് നമ്മുടെ ശാരിക എന്താണ് പറഞ്ഞത് നമുക്ക് കേൾക്കാം. പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ഞാൻ വരുന്ന ഗസ്റ്റിനോട് ഓരോരുത്തരോടും അനുവാദം ചോദിച്ചിട്ടാണ് അവരോട് ഓരോ ചോദ്യങ്ങളും ചോദിക്കുന്നത്. ആ ഷോയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സ്ക്രിപ്റ്റഡ് ആണ് എന്നാണ് ശാരിക വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇത് വെളിപ്പെടുത്താൻ കാരണം അനീഷാണ്. അനീഷ് ഈ ശാരികയോട് ഓരോന്നോരോന്ന് കുത്തി ചോദിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഷോയെ തന്നെ ഉള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ നമ്മുടെ ശാരിക അങ്ങ് പറയുകയാണ്. കാരണം ഇതെല്ലാം ഒരു ഷോയാണ്. അത് അവർക്ക് ആ ഷോയ്ക്ക് എന്താ പറയുക, പ്രമോഷൻ കിട്ടാൻ വേണ്ടിയും കൂടുതൽ വ്യൂസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയും മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഞങ്ങൾ ഗസ്റ്റിനോട് ചോദിച്ചിട്ട് ചെയ്യുന്നത്. വൈറലാകാൻ വേണ്ടിയൊക്കെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ആളല്ല. അത് ഗസ്റ്റിൻ്റെ അനുവാദത്തോടു കൂടി തന്നെ ചെയ്യുന്നതാണ് എന്നാണ് നമ്മുടെ ശാരിക ഇവിടെ അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ വെളിപ്പെടുത്താനുള്ള കാരണവും അനീഷ് തന്നെയാണ്. ഇനി അനീഷ് ചൊറിഞ്ഞ് ഓരോരുത്തടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നമുക്ക് പറയാം. എന്തായാലും നല്ല അടിപൊളി ഗെയിമറാണ് വന്നിരിക്കുന്നതെല്ലാം. ലാലേട്ടൻ കൊടുത്തേക്കുന്ന ഓരോരോ ടാസ്ക് ആയാലും കാര്യങ്ങളായാലും എല്ലാം സൂപ്പറാകുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ ആക്ടിവിറ്റി തന്നെ ഫസ്റ്റ് കയറുന്നതിന് മുമ്പ് കൊടുത്ത ആക്ടിവിറ്റി തന്നെ നല്ല സൂപ്പറായതുകൊണ്ടാണ് ഇത്രയും വൻ അടി ഇതിനകത്ത് നടക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഇന്നത്തെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എപ്പിസോഡ് നമുക്ക് കണ്ടിട്ട് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് നമ്മൾ പിന്നീട് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞതിനകത്ത് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ എന്താ പറയുക, മെസ്സേജ് ഇട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നിടം വരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.